പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നെ ഹൃദയം വേദനിപ്പിച്ച ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിന് ഫേസ്ബുക്കിൽ ഒരു പാവപ്പെട്ട പട്ടിയെ കല്ല് കെട്ടി ആ പട്ടിയെ പുഴയിലെടുത്ത് എറിഞ്ഞത് കാണുകയും എനിക്ക് വളരെയധികം വേദനിപ്പിക്കുകയാണ്. ഞാൻ അല്ലാത്ത അവസ്ഥയിൽ ഞാൻ ആയിരിക്കുകയാണ്. മാനസികമായി ഞാൻ തകർന്ന്. നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചെയ്തവരെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ, അധികാരികളുടെ ശ്രദ്ധയെ കൊടുത്ത് ശിക്ഷിക്കുകയും നിയമ നടപടി അനുസരിച്ച് അതിനൊരു ശിക്ഷ കൊടുക്കേണ്ട അത്യാവശ്യം. ഇനി മേലിലാരും ഇത് ചെയ്യാതിരിക്കാനും നിങ്ങളെല്ലാവരും അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് അറിയിക്കുന്നതിനും കൂടിയാണ് ഈ വീഡിയോ എന്ന് ഞാൻ ചെയ്തത്. രണ്ടാമത്, ഞാൻ നീണ്ട വർഷങ്ങളായിട്ട് 41 വർഷമായിട്ട് ഒറ്റയ്ക്ക് തെരുവ് ജീവികളെ വളർത്തുന്ന കാര്യം ഞാൻ പല ചാനലിൽ എന്നെ പറ്റിയൊക്കെ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പട്ടിയെ വളർത്തുമ്പോഴത്തേക്ക് കോഴിയെ കണ്ടിച്ച് കോഴിയുടെ കാലും തലയും പട്ടിക്ക് കൊടുക്കുക, പശുക്കളെ കണ്ടിച്ച് അതിൻ്റെ ശരീരാവയവങ്ങൾ പട്ടിക്ക് കൊടുത്ത് വളർത്തുക. പിന്നെ ബാധ്യതകളില്ലാത്ത ആൾക്കാർ കുറച്ച് ബിസ്ക്കറ്റ് പട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് അവർ വൈറലായി അവർ കാശുണ്ടാക്കുക. എന്നിട്ട് ഈ പട്ടി റോട്ടിൽ കിടന്ന് അലഞ്ഞ് വെള്ളം കിട്ടാതെയും ആഹാരം കിട്ടാതെയും എറി കൊണ്ടും അടി കൊണ്ടും ഈ പട്ടി റോട്ടിൽ വീണ്ടും കഷ്ടതയിലവരെയാണ്. ഒരു കൂട്ടർ വന്ധ്യം കരിച്ച് അതിൻ്റെ ഗർഭപാത്രം എടുത്ത് വിറ്റ് അതിൻ്റെ കാശ് മാഞ്ചി തിന്നിട്ട് പട്ടിയെ കൊണ്ടുവന്ന് ആ പിടിച്ച സ്ഥലത്ത് കളയുന്നു. എങ്ങനെ നോക്കിയാലും തെരുവിൽ നിന്ന് നായ്ക്കളെ മാറ്റി പാർപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സുരക്ഷിതമല്ല. ഈ കാണുന്നതൊക്കെ എൻ്റെ ഹൃദയത്തിന് വല്ലാത്ത വേദനയുണ്ടാണ്. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനിത് അറിയിച്ചത്. നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധിക്കുന്ന പലരും ജന്തു സ്നേഹികളും ഇത്തരത്തിലുള്ള ക്രൂരത കാണുമ്പോൾ ഹൃദയഭാരം ഉള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. വനത്തിൽ ആനയ്ക്ക് ആഹാരമില്ല, കുരങ്ങിന് ആഹാരമില്ല, പന്നിക്ക് ആഹാരമില്ല. ദയാവധം ചെയ്യാൻ സർക്കാർ പറഞ്ഞ് എന്തിന് ദയാവധം? പുഴു ബാധിച്ച് കണ്ണ് കണ്ടുകൂടാതെ ആഴത്തിലുള്ള മുറിവുകൾ ബാധിച്ച് ഇവിടെ വരുന്നതിനാ ഞാൻ രാപകലില്ലാതെ ഉറക്കമൊഴിഞ്ഞ് ആ പുഴു എടുത്ത് മാറ്റി അവരെ വ്രണങ്ങൾ ഉണക്കി സുഖപ്പെടുത്തി ഇന്നും അവർ സുഖമായി ജീവിക്കുന്ന ദയാവധം ചെയ്ത പലരും ഉണ്ട്. അവരുടെ മുമ്പിലൊക്കെ അത് ജീവിക്കുന്നത്. അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ അക്രമാസക്തരായ പട്ടി എന്ന് പറഞ്ഞാൽ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ അച്ഛൻ്റെ അമ്മേരെയും പള്ളയ്ക്ക് കീഴിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ലൈംഗിക പീഡനം നടത്തി കൊല്ലുന്ന അവനൊന്നും അത് പിന്നെ അവന്മാരൊന്നും ക്രൂരനല്ല, അത് അതിക്രമമല്ല. അതിന് അവന്മാരെ കൊണ്ടിട്ട് ജയിലിലിട്ട് നല്ല ഭക്ഷണവും കൊടുത്ത് തിന്ന് സുഖിച്ചിരിക്കുന്ന നേരത്തിന് ഈ പട്ടികളെ എങ്ങനെ ഉപദ്രവിക്കുന്നവന്മാരെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? 2 പശുവിനെ കൊന്ന് അതിൻ്റെ അവയവങ്ങളെടുത്ത് പട്ടിക്ക് കൊടുക്കുക, കോഴിയെ കൊന്ന് അതിൻ്റെ ശരീരങ്ങൾ കാലും കൈയും എടുത്ത് കുടലും തലയും എടുത്ത് പട്ടിക്ക് കൊടുത്ത് വളർത്തുക, എന്നിട്ട് അതിനെ റോട്ടിൽ കൊണ്ട് കളയുക, ജന്തു സ്നേഹി എന്ന് പേര് പറയുക, നമ്മുടെ കസ്റ്റഡിയിൽ വളർത്തുക, അല്ലെങ്കിൽ പൊതു ഷെൽട്ടർ കെട്ടി അതിൽ വളർത്തുക. അല്ലാത്തടത്തോളം ഈ പേര് പറയുന്നതിൻ്റെ ആവശ്യമില്ല. സർക്കാർ വന്ധ്യംകരണത്തിന് കോടികൾ വർഷം തോറും കൊടുക്കുന്നു. ഒരിക്കലും ആ പട്ടി ഒരേ വർഷം എത്ര പട്ടിയെ വന്ധ്യംകരിക്കുന്നെന്ന് ലിസ്റ്റ് സർക്കാരിന് കൊടുക്കുന്നു. സർക്കാർ തെളിയിക്കട്ടെ ആ വന്ധ്യംകരിച്ച പട്ടി എവിടെയെന്ന് കാണാനായിട്ട് ആവശ്യപ്പെടട്ടെ. 1. 2, ഈ കാട്ടിൽ കിടക്കുന്ന ആന, കുരങ്ങ്, ഇവർക്ക് ആഹാരമില്ല, ഭക്ഷണം, വെള്ളമില്ല. അതുകൊണ്ട് നാട്ടിലിറങ്ങുമ്പം പടക്ക് അടിച്ചും വെടിവെച്ചും കല്ലെറിഞ്ഞും പല വിധത്തിൽ ഉപദ്രവിച്ചു പോകുന്നു. വനത്തിൻ്റെ ഭാഗങ്ങളിൽ ആന ഇറങ്ങി വരുന്ന ഭാഗങ്ങളിൽ അവർക്ക് തിന്നാൻ വേണ്ടി കരിമ്പോ മുളയും ഇങ്ങനെയുള്ള തെങ്ങുകളും ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ വല്ല ഓലയെങ്കിലും തിന്നതൊക്കെ അങ്ങ് ജീവിക്കും. അങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യുക. അല്ലാതെ പള്ളിയിലുള്ള പ്രാർത്ഥന, അമ്പലത്തിലുള്ള പൂജയോ പൊങ്കാല കൊണ്ടൊന്നും മനുഷ്യന് ഒരിക്കലും സമാധാനവും ലഭിക്കില്ല, രോഗശാന്തിയുമില്ല. അതുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യാൻ എല്ലാവരോടും ഞാനൊന്ന് എൻ്റെ ഹൃദയവേദന കൊണ്ട് പറഞ്ഞതാണ്. ആഹാരത്തിന് വേണ്ടി ഒരു ജീവി വരുമ്പോൾ അതിനെ ഉപദ്രവിക്കരുത്. ആഹാരത്തിന് വേണ്ടിയാണ് അവർ വരുന്നത്. അപ്പം അത് ഒരിക്കലും അക്രമാസക്തരല്ല. ഒറ്റയ്ക്ക് കടി പഠിപ്പിച്ച് വീട്ടിനകത്ത് ഇരുട്ട് റൂമിലിട്ട് പട്ടിയെ വളർത്തിയിട്ട് ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ പട്ടിയെ വേണ്ടാതെ വരുമ്പോൾ റോട്ടിൽ കൊണ്ട് കാട്ടിൻ്റെ ഇടയിലൊക്കെ ഉപേക്ഷിക്കുന്നു. അതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഹൃദയത്തിന് വലിയ വേദനയാണ്. ഇതെല്ലാം ഓർത്ത് രാപകലില്ലാതെ ഞാൻ നീറിയാണ് കഴിയുന്നത്. എനിക്കിപ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്ന ദുഷ്ടത്തരം ഓരോ ദിവസവും അതിക്രമിച്ച് കൂടുതലായിട്ട് വരുന്നത് കണ്ട് എനിക്ക് എൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത അബോധാവസ്ഥയിലാണ് ഞാൻ ആയിത്തീരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രാണികളെ രക്ഷിക്കാൻ നിങ്ങളും എല്ലാവരും ഒരു മനസാക്ഷി കാണിച്ച് ഇത്തരം ക്രൂരതകൾ ചെയ്യാൻ അനുവദിക്കരുതെന്ന് കല്ല് കെട്ടി എറിഞ്ഞ കാര്യം വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ കുരങ്ങ്, വനത്തിനകത്ത് ഒരു ആഹാരവും ഇല്ല. വനമില്ലല്ലോ അവർക്ക് പാർക്കാനാണ് ദൈവം വനം കൊടുത്തത്. ഈ വനത്തിനകം അത്രയും വെട്ടിപ്പിടിച്ച് തേയിലയും മറ്റുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അവരുടെ ഭൂമി കൈവശമാക്കി അവരെവിടെ പോവും? ഈ പ്രാണികളോട് കാണിക്കുന്ന ക്രൂരത നിങ്ങൾ കാണിച്ചാലും ഞാൻ കാണിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ശാപഗ്രസ്തരും. തലമുറ നശിക്കാതിരിക്കാൻ നമ്മൾ പാപം ചെയ്യല്ലേ? ഒരു പ്രാണിയും വഴിയമ്പലത്തിൽ ഉപേക്ഷിക്കല്ലേ?
അതിനെ മുറിവേൽപ്പിക്കല്ലേ. കഴിയുമെങ്കിൽ ആഹാരവും വെള്ളവും കൊടുക്കുക. ഇതൊന്നും വേണ്ട. എല്ലാവരും ജന്തു സ്നേഹി എന്ന് പറയുന്ന എല്ലാവരും 5 എണ്ണം വീതമെങ്കിൽ അവരോരോ കസ്റ്റഡിയിൽ വളർത്തുക, റോട്ടിൽ കൊണ്ടിടാതെ. അപ്പോൾ പിന്നെ പെറ്റൊന്നും ഒന്നും നമ്മൾ പേടിക്കണ്ടല്ലോ. അതെൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്യണമെന്നാണ് ഞാനൊരു അപേക്ഷിക്കുന്നത്. നിങ്ങളത് ശ്രദ്ധാപൂർവം കേട്ട് അങ്ങനെ ചെയ്യണം. രാപകലില്ലാതെ പ്രാണികളോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരത കണ്ട് ഹൃദയത്തിന് വലിയ വേദനയാണ്. എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ അതിക്രമം കാണിച്ച് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുന്നവന്മാരെ ശിക്ഷിക്കാതെ അവന്മാർക്ക് 3 നേരത്തെ ഭക്ഷണം കൊടുത്ത് സുഖിപ്പിക്കുമ്പോൾ ഈ പ്രാണികൾ ഒരു കുറ്റം ചെയ്ത് ഒരു പട്ടി ഒരാളെ കടിച്ചു, എല്ലാ പട്ടികളും കടിക്കുന്നില്ല. ഈ പട്ടികളെ കൊല്ലണമെന്നും അക്രമാസക്തരായെന്നും ദയാവധം ചെയ്യണമെന്ന് പറയണത് ശരിയാണോ? നിങ്ങളതിനെനിക്ക് കമൻ്റായിട്ടും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ നിങ്ങളോടൊപ്പമാണ്. നിങ്ങളെപ്പോലെ ഹൃദയവേദന എനിക്ക് ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്.